ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഈ കൊറോണ സമയത്തെല്ലാം തന്നെ മാർക്കറ്റ് സെക്കൻഡ് വേവ് ഉണ്ടായ സമയത്ത് മാർക്കറ്റിനെ ആളുകൾ ഒരുപാട് ഷോർട്ട് ചെയ്തു. പക്ഷെ മാർക്കറ്റ് ശക്തമായിട്ട് തിരിച്ച് കയറിപ്പോയി. ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു സിനാരിയോ ആണ് ഇപ്പോൾ ഉള്ളത്. വീണ്ടും യുദ്ധം, അതായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, ഇറാൻ, ട്രംപിൻ്റെ ഭീഷണി, ഇറാൻ്റെ മറുഭീഷണി, ഇതെല്ലാം തന്നെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ മാർക്കറ്റ് ഇന്ന് അതിശക്തമായിട്ട്, അതായത് വെള്ളിയാഴ്ച ദിവസമാണ് പൊതുവേ ആളുകൾ പ്രോഫിറ്റ് മീൻസ് വളരെ റീസെൻ്റായിട്ട് കയറിയ ആളുകളെല്ലാം തന്നെ ബുക്ക് ചെയ്ത് മാറേണ്ട ഒരു ദിവസമാണ്. പക്ഷേ മാർക്കറ്റ് അതിശക്തമായിട്ട് മുകളിലേക്ക് പോയി. അപ്പോൾ 2 ദിവസമായിട്ട് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഹ്യൂജ് ലോസ് വന്നിട്ടുണ്ടാവും ഡെറിവേറ്റീവിൽ. എനിവേ, നമുക്ക് മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് കൊച്ചിയിലും കോഴിക്കോടും സൺഡേ നമ്മുടെ ക്ലാസ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് പഠിക്കാം. ഓപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇനി ബേസിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂച്വൽ ഫണ്ടും സ്വിങ്ങും ഇൻട്രാഡേയും ക്ലാസ്സുകളുണ്ട്. അപ്പോൾ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ വാട്സപ്പ് നമ്പറുണ്ട്, ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. മാർക്കറ്റ് ന്യൂസിലേക്ക് തിരികെ വരാം. ആദ്യം നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കാം. ജിയോ ഫിനാൻസ്, HDFC ലൈഫ്, അദാനി എൻ്റർപ്രൈസസ്, SBI, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ശക്തമായി മുകളിലേക്ക് പോയി. ഡോക്ടർ റെഡ്ഡി ഇന്നലെയും പിടിച്ചിരുന്നു, ഇന്ന് ഇടിവ് തുടർന്നിട്ടുണ്ട്. നെസ്ലയും സൺഫാർമയിലും തന്നെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെൻസെക്സ് 828 പോയിന്റ് സ്പൈക്ക് ചെയ്ത് 77,569 സെൻസെക്സിൻ്റെ സ്പോട്ട്. നിഫ്റ്റി 244 പോയിന്റ് സ്പൈക്ക് ചെയ്ത് 24,207. അപ്പോൾ 24,000 മുകളിൽ നിഫ്റ്റി വീണ്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ബാങ്ക് നിഫ്റ്റിയും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. 793 പോയിന്റ് റാലി രേഖപ്പെടുത്തി. 58,046 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത്. HDFC ബാങ്കിൻ്റെ ശക്തമായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ബാങ്കും ഇന്ന് 10% റാലി രേഖപ്പെടുത്തി. TCS Q1 റിസൾട്ടിന് ശേഷം ഇന്ന് 1% ഒരു പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. അതുമാത്രമല്ല, നമ്മുടെ SIP ഇൻഫ്ലോ എല്ലാം തന്നെ ശക്തമായ രീതിയിൽ ഉയർന്നു. 3 മന്ത് ഹൈ ആണുള്ളത്. 31,781 കോടി രൂപയായിട്ടുണ്ട്. ജൂണിൽ 827 കോടി രൂപയുടെ ഒരു അപ്സൈഡ് ഉണ്ടായിട്ടുണ്ട്, അഥവാ 3% ഉയർന്നിട്ടുണ്ട്. ടോട്ടൽ ഇത് കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് ആഫിയാണ്, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. 1.81 ക്രോഡ്സാണ് നമ്മുടെ ക്യുമുലേറ്റീവായിട്ടുള്ള AUM ഇപ്പോൾ ഉള്ളത്. 12% വർധനവ് രേഖപ്പെടുത്തി. 1.61 ക്രോഡ്സിൽ നിന്നാണ് 1.61 ലാക്ക് ക്രോഡ്സിൽ നിന്നാണ് 1.81 ലാക്ക് ക്രോഡ്സിലേക്ക് ഉയർന്നിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $16, ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 44,107. സിൽവർ 59, ബിറ്റ്കോയിൻ 64,000, ബ്രന്റ് ഓയിൽ 76. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് ശക്തമായിട്ട് ഉയർന്നിരുന്നു. ഇന്ത്യ വിക്സ് ഫോളായി 6%, 7% ഫോളായി 12 ഇന്ത്യ വിക്സ്. സ്റ്റോക്കുകളുടെ വാർത്തയിൽ നിന്ന് പ്രധാനമായിട്ടും ഹീറോ മോട്ടോ കോർപ്പാണ്. വിഡ ഈ സ്കൂട്ടർ അവർ പുതിയ അവരുടെ അപ്ഗ്രേഡ് ചെയ്ത മോഡൽ പുറത്തിറക്കി എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. NBCCക്ക് 151 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സ്റ്റോക്കിൽ നിന്ന് 3% റാലി രേഖപ്പെടുത്തിയിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ 1,600 കോടി രൂപയിൽ നിന്ന് 2,000 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്കും ഇവരുടെ Q1 റിസൾട്ട് ശക്തമായിട്ട് ഉയർന്നു. സ്റ്റോക്കിൽ നിന്ന് 10% വളർച്ച കൈവരിച്ചു. അയൺ എക്സ്ചേഞ്ച് കമ്പനിയിൽ നിന്ന് 16% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 500 കോടി രൂപയുടെ കോൺട്രാക്റ്റ് ഹുണ്ടായുടെ ഭാഗത്ത് ലഭിച്ചു. അദാനി എൻ്റർപ്രൈസസ് ഇവർ ഒരു പുതിയ കെമിക്കൽ ബിസിനസ് ചെയ്യാനായിട്ട് ധാരണയായിട്ടുണ്ട്. സ്റ്റോക്കിൽ നിന്ന് 3% റാലി രേഖപ്പെടുത്തി. ഹുണ്ടായി എഞ്ചിനീയറിംഗ് കമ്പനി ഡിക്സോക്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. NBCC കമ്പനി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അവർക്ക് പുതിയ ഓർഡർ കിട്ടിയ ന്യൂസ്. നമുക്ക് വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് ന്യൂസായിട്ടൊക്കെ എത്താം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.